മഹല്ലിൽ ഒരു നാട്ടിൽ 4 ജമാഅത്തുകാരന്റെ ഇടയിലൂടെ ഒരു ബെർലിൻ മതിൽ പോലത്തെ എക്സ്പ്രസ് ഹൈവേ വന്നാൽ ഇവന്റെ ശൂറ കൂടാൻ കഴിയില്ല. അതിൽ ഭയപ്പെട്ടുകൊണ്ടാ ചെയ്തത്. തോട് തൂർക്കാൻ പാടില്ലെങ്കിൽ, വയല് തൂർക്കാൻ പാടില്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന ഓഫീസായ ഇറാ സെന്റർ നിൽക്കുന്നത് വയല് തൂർത്ത് അതിന്റെ മേലെ ബെൽറ്റ് ഇട്ടുകൊണ്ട് കെട്ടിപ്പൊക്കി അതിന്റെ മുകളിൽ ശീതീകരിച്ച റൂമിൽ നിന്നുകൊണ്ട് പറയുന്നു വയല് തൂർക്കുന്നത് ഹറാം. ചാലിയത്തെ പള്ളി ജമാഅത്തെ ഇസ്ലാമിക ഉണ്ടാക്കിയത് വയല് തൂർത്തുകൊണ്ടാണ്. ഹറാമാണോ? എന്റെ നാട് താമരശ്ശേരി, കൂടത്തായി, തൊട്ടപ്പുറത്ത് ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റൽ ഉണ്ടാക്കിയത് ഏക്കർ കണക്കിന് വയല് തൂർത്തുകൊണ്ടാണ്. അതിന്റെ പണം സ്വീകരിച്ചുകൊണ്ട് ശമ്പളം പറ്റിക്കൊണ്ട് കുടുംബം പുലർത്തുന്നവർ പറയുന്നു വയല് തൂർത്തുകൊണ്ട് എക്സ്പ്രസ് ഹൈവേ നടത്തുന്നത് ഹറാം. ഏതാശം വെച്ചുകൊണ്ടാണ് ജമാഅത്ത് നിലപാടെടുത്തത്? ഇപ്പൊ രംഗത്ത് വന്നുകൊണ്ട് പറയുന്നു സ്ത്രീകളെ ശക്തിപ്പെടുത്തണം, സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സമ്മേളനം നടത്തിയത് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനമാണോ അത്? മൗദൂദിയുടെ ആശയം മുഴുവനും ജമാഅത്ത് കൈയൊടിഞ്ഞല്ലോ. ജമാഅത്തെ ഇസ്ലാം ഇപ്പൊ പറയുന്നു ജനാധിപത്യം പറ്റും, മതേതരത്വം പറ്റും. 10,000 തവണ പറഞ്ഞിട്ടും കാര്യമില്ല. അടിസ്ഥാന തത്വമാകുന്ന മൗദൂദിയെ ഞങ്ങൾ തള്ളി പറയുന്നു എന്ന് പറയാത്ത കാലത്തോളം ജമാഅത്ത് എത്ര മതേതരത്വം സ്വീകരിച്ചിട്ടും കാര്യമില്ല. മൗദൂദിയെ തള്ളിപ്പറ. അമ്മന്റെ കൂടെ കിടക്കുകയും വേണം, അച്ഛന്റെ കൂടെ ടൗണിൽ പോവുകയും വേണം എന്ന് പറയുന്ന നിലപാടെ ജമാഅത്ത് എടുക്കുന്നത് അത് സ്വീകാര്യമല്ല. രണ്ടിലൊന്ന് നിൽക്ക്. എന്തടിസ്ഥാനത്തിലാ പറഞ്ഞത്? സ്ത്രീകളെ രംഗത്തിറക്കി വന്നിരിക്കുന്നു. ഇത് പറയുമ്പോൾ ചിലർ ഞങ്ങളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ വനിതാ ലീഗിന്റെ രംഗപ്രവേശത്തെ എതിർക്കാത്തത്? ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ വനിതാ ലീഗ് എന്നല്ല ഒരു പാർട്ടിയുടേതും അല്ല ഇവിടെ ചിന്തനീയം, ഇവിടെ ചർച്ച. മറിച്ച് നാം പറയുന്നത് CPM-ന്റെ വനിതാ സംഘടന പോലും ചെയ്യാൻ മടിക്കുന്ന ചില പ്രവർത്തനമുണ്ട്. പാതിരാ സമയത്ത് അങ്ങാടികൾ കൊണ്ട് പോസ്റ്റർ ഒട്ടിച്ചത്, തെരുവ് നാടകം നടത്തിയത്, കവലകൾ തോറും ആളുകളെ കൂട്ടിയത്, ഹൈവേ റൂട്ടിൽ മുഴുവനും എപ്പോ ബസ്സിറങ്ങിയാലും പെൺപടയ സമ്മേളന പ്രചരണമാണ്. പെണ്ണിന് താരാട്ട് പാടേണ്ട സമയത്ത്, മക്കൾക്ക് മുലയൂട്ടേണ്ട സമയത്ത്, ഭർത്താവിന് സൗകര്യം ചെയ്തു കൊടുക്കേണ്ട സമയത്ത് അങ്ങാടി ഇറങ്ങിക്കൊണ്ട് പെണ്ണ് പ്രസംഗിക്കാൻ വന്നാൽ അത് ഇസ്ലാമിന്റെ പേരിലാണെങ്കിൽ അത് സമ്മതിക്കാൻ സുന്നികൾക്ക് മനസ്സില്ല എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നു. ഇത് മൗദൂദിക്ക് മനസ്സുണ്ടോ? നേതാവ് ഭാരമായ ലോകത്തിലെ ഏക സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. രണ്ടാമത്തെ തെളിവാണ് സ്ത്രീരംഗ പ്രവേശം. മൗദൂദി എന്താ പറഞ്ഞത്? ഞാൻ വിശദീകരിക്കണോ? മൗദൂദി അയാളുടെ പുസ്തകത്തിലുടനീളം പറയുന്നു പെണ്ണ് പുറത്തിറങ്ങാൻ പാടില്ല. വിശുദ്ധ ഖുർആന്റെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മൗദൂദി തന്റെ ഖുർആൻ വിശദീകരണ ഗ്രന്ഥമായ തഫ്ഹീമുൽ ഖുർആന്റെ 4-ാം വാള്യത്തിന്റെ 80-ാം പേജിലും 81-ാം പേജിലും വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല എന്ന വിശുദ്ധ ഖുർആനെ വിശദീകരിക്കവേ മൗദൂദി നിലപാട് വ്യക്തമായിക്കൊണ്ട് തന്നെ പറയുന്നു. ഞാൻ അതൊന്ന് വായിക്കുന്നു. സൂക്തത്തിന്റെ താല്പര്യം സ്ത്രീയുടെ യഥാർത്ഥ പ്രവർത്തന മണ്ഡലം അവളുടെ വീടാണ്. അവൾ സ്വന്തം മണ്ഡലത്തിൽ വസിച്ചുകൊണ്ട് സമാധാനത്തോടെ തന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കണം. ഹാഫിൽ അബൂബക്കർ ബസ്വാർ അനസ് റളിയല്ലാഹു അൻഹു കൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു, സ്ത്രീകൾ തിരുനബിയോട് ആവലാതിപ്പെട്ടു. ശ്രേഷ്ഠതകളെല്ലാം പുരുഷന്മാർ കൊണ്ടുപോയി. അവർ ജിഹാദിൽ ഏർപ്പെടുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ മഹത്തായ സേവനങ്ങൾ അർപ്പിക്കുന്നു. യോദ്ധാക്കളെ പോലെ പ്രതിഫലം കിട്ടാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പ്രവാചകർ റസൂലുള്ളാഹി അലൈഹി വസല്ലം അവരോട് മറുപടി കൊടുത്തു, നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ പ്രതിഫലം അതുവഴി നിങ്ങൾ കരകടമാക്കുക. തന്റെ സുഹൃത്തിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഗ്രഹത്തെ സംബന്ധിച്ചു സമാധാന ചിത്തനായിരിക്കുമ്പോഴേ മുജാഹിദ് പൂർണ്ണ മനസ്സോടെ ദൈവിക സരണിയിൽ സമരം ചെയ്യുകയുള്ളൂ. അയാളുടെ ഭാര്യ അയാളുടെ വീടിനെയും സന്താനങ്ങളെയും പരിപാലിക്കണം. അക്കാര്യത്തിൽ വല്ല ഉടവും സംഭവിക്കുമോ എന്ന അയാൾക്ക് ആശങ്ക തോന്നാൻ പാടില്ല. അതുകൊണ്ട് പുരുഷന്റെ പൊതുരംഗത്തിറങ്ങാൻ സ്ത്രീ അവരുടെ വീടുകളിൽ സുരക്ഷിതയായി നിൽക്കണം. ആണുങ്ങൾക്കും പ്രബോധനം നടത്താനും സമരം നടത്താനും പെണ്ണ് വീട്ടിലിരിക്കണം, എന്നാലേ പറ്റൂ എന്നാ മൗദൂദി പറഞ്ഞത്. അബ്ദുൽ മൗദൂദിയുടെ ഒരു പുസ്തകമുണ്ട്, പർദ. ആ പർദയിൽ അദ്ദേഹം പറയുന്നു, സ്ത്രീ പുരുഷന്മാരുടെ ജോലികൾ പരമാവധി വെവ്വേറെയാക്കുകയും
ഇരുവിഭാഗങ്ങളുടെയും കൂടിക്കലരൽ തടയുകയും ചെയ്യേണ്ടതാണ്. വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിതം ഉത്തരവാദിത്വത്തോടെയും അപേക്ഷിച്ച് മുസ്ലിം സ്ത്രീകൾ പാശ്ചാത്യ വനിതകളെ പോലെ രാഷ്ട്രീയവും സാമൂഹികം സംഘടിതമായ രംഗങ്ങളിൽ വിലസി നടന്ന് തൊഴിൽ മേഖലകളിലെല്ലാം തന്നെ പുരുഷന്മാരോടൊപ്പം കൂടിക്കലർന്ന് ജീവിക്കുന്നു അപകടമാണ്. മുസ്ലിമുകൾ ഇത്രയും ലജ്ജാകരമായ പ്രവർത്തനം ചെയ്താൽ ഖുർആനും ഹദീസും അതിന് വല്ല അനുമതിയും നൽകിയിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ വീട്ടിൽ കൊണ്ടുപോയി വെച്ച പ്രധാന പുസ്തകം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന മൗദൂദിയുടെ തഫ്ഹീമുൽ ഖുർആൻ എന്ന് പറയുന്ന പരിഭാഷയുണ്ടല്ലോ, ആ പരിഭാഷ ഒരാവർത്തി വായിച്ചിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, കുറ്റിപ്പുറത്തിന്റെ നിലാനയുടെ തീരത്ത് വന്നുകൊണ്ട് മാമാങ്കം നടത്താൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന നേതാവിന്റെ തത്വം പറഞ്ഞുകൊടുത്ത മൗദൂദിയെ നിരാകരിച്ചുകൊണ്ട് മാത്രമേ ജമാഅത്തിന് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. മൗദൂദി എഴുതിയ മറ്റൊരു പുസ്തകമാണ് മുസ്ലിം വനിതകളും ഇസ്ലാമിക പ്രബോധനവും എന്ന പുസ്തകം. 15 ഉറുപ്പിക കൊടുത്താൽ ഇപ്പോഴും IPH വിൽക്കുന്നുണ്ട്. അത് എത്രത്തോളം വിൽക്കുമെന്നറിയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് മൗദൂദി ആ പുസ്തകത്തിൽ എഴുതുന്നു, അതിന്റെ 36-ാം പേജിൽ ഇന്നും IPH ഇത് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും യഥാർത്ഥത്തിലുള്ള കഴിവെന്താണെന്ന് ഓരോരുത്തരും സ്വയം കണക്കാക്കണം. അനന്തരം ആ കഴിവിന്റെ തോതനുസരിച്ച് തന്റെ ശറഈയായ ചുമതലകൾ നിറവേറ്റുന്നതോടൊപ്പം നിർവഹിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ഓരോരുത്തരും ഏറ്റെടുക്കണം. നിങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞ മതപ്രബോധനത്തിനുള്ള പരിശുദ്ധ വികാരത്തെ ഞാൻ മനസ്സാ വിസമ്മതിക്കുന്നു. പക്ഷേ അതോടൊപ്പം മുഅ്മിനിന്റെ പ്രത്യേക സ്വഭാവമായ മിതത്വം നിങ്ങളിൽ ഉണ്ടായിരിക്കണമെന്നാണ് ഞാൻ ഉപദേശിക്കുന്നത്. ഒരു മുസ്ലിം വനിതയുടെ സാക്ഷാൽ ഉത്തരവാദിത്തം തന്റെയും കുട്ടികളുടെയും വീടിന്റെയും കുടുംബത്തിന്റെയും ഉത്തരവാദിത്തമാണ്. അവൾ ആദ്യമായി അവരിലേക്ക് ശ്രദ്ധ തിരിക്കുകയും അവരെ യഥാർത്ഥ മുസ്ലിമാക്കുകയുമാണ് ചെയ്യേണ്ടത്. ആദ്യമായി നിങ്ങൾ ഓരോരുത്തരും സ്വയം ഇസ്ലാമിനെ മനസ്സിലാക്കുക, ഇസ്ലാമിനെ അതനുസരിച്ച് മാറ്റുക, വീടിനെ എല്ലാത്തരം ജാഹിലിയത്തിൽ നിന്നും ശുദ്ധമാക്കുക, കുട്ടികളെ നല്ല നിലയിൽ പരിശീലിപ്പിച്ചുകൊണ്ട് വളർത്തുക. ആരോടാ? പെണ്ണുങ്ങളോടാ. ഈ പരിധിക്കപ്പുറത്തുള്ള പ്രവർത്തനത്തിന് ചില അതിർവരമ്പുകളുണ്ട്. പുറത്തുള്ള സ്ത്രീകളുമായി കണ്ട് അവരെ സംസ്കരിക്കുവാൻ പ്രായം ചെന്ന സ്ത്രീകൾക്കുള്ള സൗകര്യം സ്വാതന്ത്ര്യവും യുവതികൾക്കില്ല. പുരുഷന്മാരുമായി ഇടകലരുന്നത് മാത്രമല്ല, ഹൈവേ റൂട്ടിലൂടെ ആണുങ്ങൾ പരസ്യമായി പൊതുരംഗത്തിറങ്ങുന്നതിന്റെ ഇടയിൽ വന്നുകൊണ്ട് പ്രസംഗിക്കുന്നതും അല്ല. സ്ത്രീകളോട് പോലും പ്രബോധനം നടത്താൻ വയസ്സായ പെണ്ണുങ്ങൾക്കല്ലാതെ യുവതികൾക്ക് ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല എന്ന് പറയുന്നത് മൗദൂദിയ. പിന്നെ പുരുഷന്മാരുടെ ഇടകലർന്നുകൊണ്ട് പ്രബോധനം നടത്താൻ ഏത് ഇസ്ലാമാ തെളിവ്? മൗദൂദി പിന്നെയും തുടരുന്നു. ഞാൻ അതുകൊണ്ട് അവസാനിപ്പിക്കാം. പ്രായം ചെന്നവരെ പോലെ സ്വതന്ത്രമായി പുറത്തിറങ്ങി മറ്റു സ്ത്രീകളെ സമീപിച്ച് അവരെ നന്നാക്കി തീർക്കാൻ യുവതികളെ ഇസ്ലാം അനുവദിക്കുന്നില്ല. അവർ ഇസ്ലാം നിശ്ചയിച്ചു കൊടുത്ത പരിധികളിൽ ഒതുങ്ങി ജീവിക്കേണ്ടതാണ്. നാം നശിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ജാഹിലിയത്ത് മതപ്രബോധനത്തിന്റെ പേരിൽ നമ്മുടെ സ്ത്രീകളിൽ പ്രചരിപ്പിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നേയില്ല. ജാഹിലിയത്തിനെ തിരിച്ചു കൊണ്ടുവരലാണ് സ്ത്രീകൾ പൊതുരംഗത്തിറങ്ങി പ്രബോധന പ്രവർത്തനം നടത്തുന്നത് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ. ആ സ്ഥാപകനെ പോലും വലിച്ചെറിഞ്ഞുകൊണ്ടാണ് കുറ്റിപ്പുറം നിലാനയുടെ തീരത്ത് പെണ്ണുകൾ തടിച്ചുകൂടിയത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനപരമായ ആശയം ഇന്ന് നിലവിലില്ല എന്ന കാര്യം വളരെ സ്പഷ്ടമാണ്. ഏതേത് കാര്യത്തിലും, ജനാധിപത്യ രാഷ്ട്രീയത്തിലാണെങ്കിലും, മതേതരത്വത്തിന്റെ നിലപാടുകളിലാണെങ്കിലും, ഗവൺമെന്റ് ജോലി സ്വീകരിക്കുന്ന കാര്യത്തിലാണെങ്കിലും, കോടതിയെ സമീപിക്കുന്ന കാര്യത്തിലാണെങ്കിലും, സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിലാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം കൊടുത്ത അവരുടെ ഏറ്റവും വലിയ മുടിച്ചുടാമന്നനും സ്ഥാപകൻ നേതാവുമായ മൗദൂദിയെ പൂർണ്ണമായും കഴിയൊടിഞ്ഞ ജമാഅത്തെ ഇസ്ലാമി മൗദൂദിയുടെ സ്ഥാപകനായി സ്വീകരിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രവർത്തിക്കാൻ കേരളത്തിന്റെ, ഇന്ത്യ രാജ്യത്തിന്റെ ചുറ്റുപാടിൽ ധാർമ്മികമായ അർഹത നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അത് പിരിച്ചുവിട്ടുകൊണ്ട് സമസ്ത ജമിയത്തുൽ ഉലമയിൽ ലയിക്കലാണ് ഭൂഷണം എന്ന് സൂചിപ്പിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.